നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇന്നലെ ഖത്തറിൽ സമ്മാനിച്ചു. അതിൽ മികച്ച കോച്ചിനുള്ള പുരസ്കാരം പുരുഷ വിഭാഗത്തിലെ ദി ബെസ്റ്റ് മെൻസ് കോച്ച് അവാർഡ് നേടിയിട്ടുള്ളത് ലൂയിസ് എൻറിക്കെയാണ്. PSG സ്പാനിഷ് ഗോൾ കീപ്പർ. അദ്ദേഹം പോയ സീസണിൽ PSG ചരിത്രം കുറിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടമൊക്കെ ചൂടിയിരുന്നു. അത് തന്നെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പോയ സീസണിലെ കീ അച്ചീവ്മെൻറ്റ്സ് നോക്കിയാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1 കിരീടം ചൂടി, കോപ്പ് ഡി ഫ്രാൻസിൽ കിരീടം ചൂടി, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ കിരീടം ചൂടി, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് 2025 ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കുകയുണ്ടായി. പിന്നെ 2024-25 UNFP ലീഗ് 1 മാനേജർ ഓഫ് ദി ഇയർ ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. ഏതായാലും മികച്ച കോച്ചിലുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ലൂയിസ് എൻറിക്കെയാണ്. അതേസമയം മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം PSG ഗോൾ കീപ്പറായിരുന്ന ജിയാൻലുഗി ഡൊണാറുമ സ്വന്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പിന്നീട് അവിടം വിട്ട് സിറ്റിയിലേക്ക് പോയി. പക്ഷേ PSG പ്രകടനത്തിനാണ് ഈ ഒരു മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. പോയ സീസണിൽ ഈ കിരീടങ്ങളൊക്കെ ചൂടുന്നതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ്, ലീഗ് 1, കോപ്പ് ഡി ഫ്രാൻസ്, ട്രോഫി ഡെസ് ചാമ്പ്യൻസ് ഇങ്ങനെയുള്ള കിരീടങ്ങളൊക്കെ ചൂടി. അതുപോലെ തന്നെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റണ്ണേഴ്സ് അപ്പ് ആവുകയും ചെയ്തു. പിന്നെ 2024-25 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ടീം ഓഫ് ദി സീസണിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരം എന്ന വണ്ണം ഇപ്പോൾ ദി ബെസ്റ്റ് മെൻസ് ഗോൾ കീപ്പർ അവാർഡ് ജിയാൻലുഗി ഡൊണാറുമക്ക്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.